അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വോൾസ്വാഗൺ വണ്ടിയിൽ എങ്ങനെ ടി വി ഇരുന്ന് കാണാം എന്നുള്ളൊരു സംഭവമാണ്. നമ്മുടെ വീഡിയോ ഒക്കെ നമുക്ക് ഇനി നമ്മുടെ കാറിലിരുന്ന് തന്നെ കണ്ടിട്ട് പോവാം. അതേപോലെ തന്നെ വയർ കണക്ട് ചെയ്യാണ്ട് ആപ്പിൾ കാർപ്ലേ എങ്ങനെ വണ്ടിയിൽ കണക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ളൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. പുതിയൊരു ഇമ്പോർട്ടഡ് സിസ്റ്റം നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വണ്ടിയുടെ പുതിയ ലുക്കും ഡീറ്റെയിൽസും ചില പുതിയ വീഡിയോസ് വേണമെങ്കിൽ നമ്മളെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വാട്ട്സ്ആപ്പ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തായ്വാനിൽ നിന്ന് ഒരു അടിപൊളി ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ കാറിന് പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. എല്ലാ കാറിനും പറ്റില്ല. ഈ ജർമ്മൻ വണ്ടികളായ തന്നെ പോളോ, അതേപോലെ തന്നെ സ്കോഡ പോലത്തെ വണ്ടികൾക്ക് പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമ്മൾ തായ്വാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സാധനം നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആപ്പിൾ പ്ലേ, കാർപ്ലേ പോലത്തെ ഐറ്റംസ് എല്ലാം വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ അഡ്വാൻറ്റേജസ്. നമുക്ക് എന്തായാലും ആ സാധനം എങ്ങനെയാണ് വണ്ടിയിൽ വെക്കാൻ പോകുന്നതെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളതും വണ്ടിയുടെ അകത്ത് കയറി നോക്കാം അല്ലേ. അപ്പോൾ നേരെ വണ്ടിയുടെ അകത്തോട്ട് പോകാം. ഇതാണ് വണ്ടിയിൽ ഇപ്പോൾ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ സിസ്റ്റം. നമുക്കിത് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് അയക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ അയക്കുമ്പോഴത്തെ മെയിൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രെയിം അയച്ചിട്ട് ഈ 4 ബോൾട്ട് അയച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല ഇത് അയച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഫിറ്റ് ആൻഡ് പ്ലേ മാത്രമേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. നേരെ പ്ലഗുകളൊന്ന് റിലീസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് സ്റ്റോക്കിൽ നിന്ന് നമ്മുടെ പഴയ ഇപ്പോൾ വന്നേക്കുന്ന ഐറ്റമായിട്ടുള്ള വ്യത്യാസം ഇതാണ്. പിന്നെ പുതിയ ഐറ്റത്തിന് ഈ കുറച്ച് എക്സ്ട്രാ വയറിങ് വരുന്നുണ്ട്. ആ വയറിങ്ങിലേക്ക് ജസ്റ്റ് പ്ലഗ് ചെയ്തിട്ട് നമ്മുടെ ഐറ്റം ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പോരാത്തതിന് ഈ പുതിയ ഐറ്റത്തിന് GPS ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കണക്ഷൻ നമുക്ക് വണ്ടിയിൽ നല്ല റേഞ്ചുള്ള ഏരിയയിൽ തന്നെ വെക്കാൻ ഉള്ളതുകൊണ്ടിട്ടാണ് സൈഡൊക്കെ ഓപ്പൺ ചെയ്തിട്ട് GPS നമ്മൾ ആഡ് ചെയ്തത്. ഇത് സിസ്റ്റം വെച്ചിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ കണക്ഷനായിട്ട് നമ്മുടെ വോളിയം കൂടുന്നതെല്ലാം സ്റ്റിയറിംഗ് വീലിൽ തന്നെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കുകയാണ്. എന്നിട്ട് അതേപോലെ തന്നെ ജസ്റ്റ് സ്ക്രൂ ബോൾട്ട് ചെയ്യുന്നു. ഈ വെച്ചേക്കുന്നത് നമ്മുടെ ആംബിയൻ ലൈറ്റാണ്. ആംബിയൻ ലൈറ്റും ഫ്രെയിമും കൂടി കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ അത് കറക്റ്റ് ആവില്ല. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് ഈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ഫോണിൻ്റെ. വൺസ് കണക്ട് ആവാം ജസ്റ്റ് ജെറ്റ എന്ന് ഷോ ചെയ്ത് കാണിക്കുന്നുണ്ട് വണ്ടിയുടെ ഡിവൈസിന്റെ നെയിം, പാസ്വേഡ് 00 പാസ്വേഡ് അടിച്ചു കൊടുത്താൽ വൺസ് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആവും. ഇതിൽ കണക്ഷൻ കാണിച്ചിട്ടുണ്ട്, കണക്ഷൻ റിക്വസ്റ്റ് ഡയലിംഗ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ കോൺടാക്ട്സ് ലോഡ് ആയി വരാൻ ടൈം എടുക്കും. മീൻസ് നമ്മളെ കംപ്ലീറ്റ് കോൺടാക്ട്സ് ഇതിനകത്ത് വരും, കോൾ ലോഗ്സും കാര്യങ്ങളെല്ലാം വരും. കോള് പിന്നെ ഏത് കോൾ വന്നാലും ഇതിൽ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ആയിക്കോളും. ഇനി പോകേണ്ടത് നമുക്ക് കാർപ്ലേ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പോകേണ്ടത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഇസെറ്റ് ലിങ്ക്, ഇത് ഫിക്സ് ഇൻബിൽഡ് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇസെറ്റ് ലിങ്ക്. വേണ്ട, ഫോണിൽ ആപ്ലിക്കേഷൻസ് ഒന്നും ചെയ്യണ്ട. ആൻഡ് iOSന്റെ സിമ്പിൾ ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് ഫെച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോണിലെ സെറ്റിംഗ്സിൽ പോവുക. ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോവുക. കാർപ്ലേ എന്ന് പറഞ്ഞിട്ട് സെറ്റിംഗ്സിൽ തന്നെ കാർപ്ലേ ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ ഡിവൈസ് യൂസ് കാർപ്ലേ ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാർപ്ലേ കൊടുത്തു. നമ്മളുടെ നമ്പറും ഐഡിയും കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ സെറ്റിന്റെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഐഫോൺ കാർപ്ലേ ആയി. വൺസ് കണക്ട് ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക് കാർപ്ലേ ആയി വർക്ക് ചെയ്തോളും. ഇതിപ്പോ ഫുള്ള് ഫോണിലുള്ള കാര്യങ്ങളായി നമുക്ക് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് വേണമെന്നുള്ളത് സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യാം. വാട്സ്ആപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. ഫോണിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വരും. ഇതാണ് കാർപ്ലേയുടെ മെയിൻ ഫംഗ്ഷൻ. ഡയറക്ഷൻ ഒക്കെ അടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ആയാലും അതിനകത്ത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് ഏതെങ്കിലും വീഡിയോ നോർമൽ വീഡിയോ യൂട്യൂബിലോ അതിനകത്തെടുത്തോ അതോ ഇല്ല, ഈ ഫോൺ ഇതിനകത്തായിരിക്കും കൺട്രോൾ. യൂട്യൂബ് മേ ബി ഒരു ആക്സസ് കൊടുക്കത്തില്ല കാർപ്ലേയിൽ. ഐഫോൺ തന്നെ ഇൻബിൽഡ് കൊടുക്കത്തില്ല. കാരണം വെച്ചാൽ ട്രാവലിങ്ങിനിടെ യൂട്യൂബ് യൂസ് ചെയ്യുന്നതാണ്. അപ്പം പക്ഷേ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ് ആണ് യൂട്യൂബ് നമുക്ക് എന്തുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ യൂട്യൂബ് ഇൻബിൽഡ് വരുന്നുണ്ട്. അതിന് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വൈഫൈ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇതാണ് വൈഫൈ. നമ്മുടെ ഫോണിന്റെ ഹോട്ട്സ്പോട്ട് ഒന്ന് ടെതർ ചെയ്ത് കഴിഞ്ഞാൽ
കിട്ടും. വൺസ് കണക്ട് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എപ്പോഴും വൈഫൈ കണക്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നമ്മൾ ആൻഡ്രോയിഡ് ഡിവൈസ് യൂസ് ചെയ്യുന്ന തന്നെ കംപ്ലീറ്റ് ആൻഡ്രോയിഡ് 11 വരുന്നത്, ലേറ്റസ്റ്റ് വേർഷനാണ് വരുന്നത്. അതിന് ലാഗിങ്ങോ ഇഷ്യൂസോ ഒന്നുമില്ല. 2GB റാം ഉണ്ടായിട്ട് തന്നെ നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കാർ സെറ്റിംഗ്സ്, മൈ കാർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കുറച്ചുകൂടെ അഡ്വാൻസ് സെറ്റിംഗ്സ് വരുന്നുണ്ട്. ഇപ്പം നമ്മളുടെ AC യുടെ ഇൻഫർമേഷൻസ് എല്ലാം ഇതിൽ അപ്ഡേറ്റ് ആവുന്നുള്ള രീതിയിൽ കണ്ടോ കാണിക്കുന്നുണ്ട്. ഇവിടെ AC സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഓരോ ഓപ്ഷൻസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേ ലാർജ് ആയോ, ഫാരൻഹീറ്റ്, അപ്പൊ അതൊക്കെ മാറ്റി ഇടുമ്പോഴത്തേക്കും അതിന്റെ കാണിക്കുന്ന ആ ഷോവിന്റെ ഷോ ആപ്പ് മാറും. അതുകൊണ്ട് വലിയ സ്ക്രീനോട് കാണുമോ ഇവിടെ? AC ഇത്രേ വരുള്ളൂ, ഈ ഒരു ഫ്രെയിമിലേ വരും. അത്രയും സ്ക്രീൻ ബാക്കി ഇൻഫർമേഷൻസും ബാക്കി നമ്മുടെ AC യുടെ കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് വരുന്നത്. പിന്നെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇൻബിൽഡ് ഒരു വീഡിയോ ഇതിൽ വരുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റി ചെക്കിന് വേണ്ടിയിട്ട് ഇൻബിൽഡ് വരുന്ന ഒരു വീഡിയോ ആണ്. അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലും ടോപ്പ് ക്വാളിറ്റീസ് വർക്ക് ആവും. സൗണ്ട് ഇതൊക്കെയാണ് വരുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് വരുന്നത്. നമുക്ക് ഈ ലൈറ്റ് മാറുന്നതെന്ന് പറഞ്ഞത് ഇനി വണ്ടിയുടെ ലൈറ്റ്സ് ഒന്ന് ഓൺ ചെയ്തേ. നമുക്ക് ഇതിൽ ഇപ്പൊ ഞാനിപ്പോ ഓട്ടോ ഇടാം. ഓട്ടോ ഇട്ടപ്പോഴേക്കും ലൈറ്റ് വന്നു. ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ് അവിടെ ഒന്ന് ഡിമ്മായി നൈറ്റ് ആയിട്ട്. ഇപ്പൊ പല കളേഴ്സാണ് മാറി വരുന്നത്. നമുക്ക് അത് മാറ്റിയിട്ട് ഒരു ഫിക്സഡ് കളറിലേക്ക് വെക്കാം. അതിന് നേരെ പോകേണ്ടത് കാർ സെറ്റിംഗ്സിലേക്ക് പോവാം. അഗൈൻ കാർ സെറ്റിംഗ്സിൽ തന്നെ താഴെ വരുമ്പോൾ തന്നെ കീ ലൈറ്റ് പല കളേഴ്സ് ഉണ്ട്. ഇതിപ്പോ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ എനിക്ക് എല്ലാം റെഡ് ആണെന്നോണല്ലേ? റെഡ് ആണ്, ഈ ഒരു കളർ ആയിരിക്കും വരുന്നത്. ഈ കളർ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ കളർ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ ഒരു കളർ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യാം. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചും ബാക്ക് ടു പോയി കഴിഞ്ഞാൽ കാർപ്ലേ അവിടെ എപ്പോഴും സ്റ്റിൽ ഇങ്ങനെയാണ് വർക്കിംഗ്. മെസ്സേജസ് റീഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മെസ്സേജ് കാണാം. മെസ്സേജ് കാണാം. ഇനി മേ ബി വാട്സാപ്പിന്റെ ഓപ്ഷൻ വാട്സാപ്പിന് ഞാൻ പെർമിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. First, then smartwatch said, "Are you ready?" Next, Madhu Ike sent an image. Said, and finally, can approve agency sent. That's everything. സിറി റീഡ് ചെയ്ത് തരും നമ്മുടെ മെസ്സേജ്. അങ്ങനെയുണ്ട്. അങ്ങനെയാണ്. നമ്മൾ ടൈപ്പ് ചെയ്യാനോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനോ പറ്റില്ല. സിറി റീഡ് ചെയ്ത് തരും. നമുക്ക് ടൈപ്പ് ചെയ്യാൻ സിറിനെ കൊണ്ട് ടൈപ്പ് ചെയ്യാം. സിറി എടുത്ത് പറഞ്ഞാൽ മതി, സിറി മെസ്സേജ് ഇവിടെ കിട്ടണം. അങ്ങനെയുണ്ട്. അതുണ്ട്. ഐഫോണിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് അതാണ് മാക്സിമം. ഇപ്പൊ ലൈറ്റ്സ് ഇനി ഒന്ന് ഓഫ് ചെയ്തേ. ലൈറ്റ് ഓഫ് ചെയ്യാനാണ്. പിന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി ബ്രൈറ്റ് ആണ്. ഡേ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ. ഇതിന്റെ ഈ സിസ്റ്റത്തിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയർ കട്ടിംഗ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വോക്സ്വാഗനും സ്കോഡയ്ക്കും വേണ്ടിയിട്ട് മാത്രം ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ്. ആ ഫിറ്റിംഗ് ഫിനിഷിംഗ് ആയി കഴിഞ്ഞാലും പക്കയായിരിക്കും, പക്ക പെർഫോമൻസ്. ഇതിപ്പോ ഇതിൽ തന്നെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഇല്ല. നിങ്ങൾ മാർക്കറ്റിൽ പോയി ഏത് സിസ്റ്റം വാങ്ങി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പെർഫോമൻസ് കിട്ടത്തില്ല. നമ്മളാണെങ്കിൽ 10 days റീപ്ലേസ്മെന്റ് വാറന്റി കൊടുക്കുന്നുണ്ട്. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത സിസ്റ്റം കൊടുക്കും. 1 year സർവീസ് വാറന്റി. ഇത് ബ്രാൻഡ് ഇത് നോൺ ബ്രാൻഡ് ആണ് ആക്ച്വലി. ഇത് ഹോങ്കോങ്ങിൽ നിന്ന് ഇമ്പോർട്ടഡ് പീസ. മീൻസ് ബ്രാൻഡ് നെയിം ഇല്ല. ആക്ച്വലി ആ കമ്പനിയുടെ ടെക്നോളജിയുടെ പേര് ലേബിളിലായിരിക്കും വരുന്നത്. നമ്മൾ ഡയറക്റ്റ് ഫാക്ടറി ആയതുകൊണ്ട് നമുക്ക് എന്ത് സർവീസ് ആയാലും ചെയ്യാൻ പറ്റും. കമ്പനി കിട്ടും. ഈവൻ മാർക്കറ്റിൽ കിട്ടുന്ന സിസ്റ്റത്തിന്റെ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ തന്നെ കിട്ടാൻ പാടാം. പക്ഷെ നമ്മൾ ആ ഡിസ്പ്ലേ അവരുടെ പ്രൈസിന് മാറി കൊടുക്കും. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പാർട്സ് ആക്സസറീസ് നമുക്ക് ഈസിലി വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. പിന്നെ ഓണായി വരും. നമ്മളിപ്പോ നോർമലി നമ്മുടെ സിസ്റ്റം വോൾസാന്റെ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ തന്നെ ലോഗോ വരുന്നുണ്ട്. അപ്പൊ അതില് ഇതെങ്ങനെയാ വരുന്നത്? നമുക്ക് ലോഗോ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ കാർ സെറ്റിംഗ്സിൽ പോവുക, ഫാക്ടറി സെറ്റിംഗ്സിൽ പോവുക, ഒരു പാസ്വേഡ് ഉണ്ട്, അത് എൻ്റർ ചെയ്തിട്ട് പാസ്വേഡ് നമ്മൾ ഷെയർ ചെയ്യും. സിസ്റ്റം വാട്സ് വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഓരോന്നിനും ഓരോ ഇൻബിൽറ്റ് പാസ്വേഡ് ആയിരിക്കും വരുന്നത്. അത് നമ്മൾ ആ സിസ്റ്റത്തിന്റെ കൂടെ ഷെയർ ചെയ്യാം. ഞാൻ മല്ലൂര് അയച്ചു തരാം. ഓക്കെ, ഈ ഒരു ഇത്രയും ഫീച്ചേഴ്സ് അഡീഷണൽ സെറ്റിംഗ്സ് വരുന്നുണ്ട്. ലോഗോ സെറ്റിംഗ്സ്, ബൂട്ട് ലോഗോ, നമുക്ക് വേണ്ട ലോഗോസ്, എല്ലാ ലോഗോസും ഇവിടെ ഉണ്ട്. ഇതിപ്പോ എനിക്ക് എല്ലാ വണ്ടിക്കും പറ്റിയ സിസ്റ്റമാണ്. അല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് എല്ലാത്തിനും സെയിം ആയിരിക്കും. പല ഡിവൈസസ് അറിയാലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാത്തിനും സെയിം ആയിരിക്കും. ഒരു UAE കിട്ടുന്നത് അതാ. അപ്പൊ അവർക്ക് വേണ്ടി സോഫ്റ്റ്വെയറിനകത്ത് ഇൻബിൽറ്റ് വെച്ചിരിക്കുന്നത് ഇതായിരിക്കും. ഞാൻ വോക്സ്വാഗൺ ഇത് ചൂസ് ചെയ്തു, സെറ്റ് ബൂട്ട് ലോഗോ
സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി അത് ബാക്ക് ചെയ്യുവാണ്. ജസ്റ്റ് ഇവിടെ സേവ് അടിക്കുകയാണ്. സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ആവും, അപ്ഡേറ്റ് ആയിക്കോളെ തന്നെ ആയിക്കോളൂ അല്ലേ. കുറച്ചും കൂടെ പഴയ സിസ്റ്റത്തിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു 3D വന്നിട്ടുണ്ട്. അതെ, പുതിയ ലോഗോവും കാര്യങ്ങളും. ഇതിപ്പോ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഓപ്ഷൻ മാത്രമേ ഈ ലോഗോ കാണിക്കത്തുള്ളൂ. അല്ലാതെ റീസ്റ്റാർട്ട് ഇല്ലാതെ ലോഗോയുടെ ആവശ്യം വേണ്ടി വരുന്നില്ല. എപ്പോഴും നമ്മുടെ ഫോൺ ഒരു അൺലോക്കിംഗ് സിസ്റ്റം പോലെ. നിങ്ങൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കുറച്ച് അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ വൈഫൈ യൂസ് ചെയ്ത് വരുമ്പോൾ അപ്ഡേഷൻസ് ഓട്ടോമാറ്റിക്കായി തരും സെറ്റിംഗ്സിൽ. അത് മാറ്റി കൊടുത്താൽ മതിയാവും. വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കും, അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് കാണിക്കും. ഇന്നത്തെ കോൾസ് വരുവാണെങ്കിൽ കാണിക്കുമല്ലോ. ഇപ്പൊ ആ ഫോൺ കണക്റ്റഡ് ആണ്. ഞാൻ ഈ ഫോണിനകത്ത് ജസ്റ്റ് കണക്റ്റഡ് ആണ്. ഞാൻ വേറെ ഫോണിലേക്ക് വിളിക്കാം. 70 കോൾ വരുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അവിടെ നിന്നൊരു കോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എങ്ങനെ സ്ക്രീനിൽ കാണിക്കാം? മെനു എടുത്ത് ഇപ്പൊ നോർമലി നമ്മളൊരു പാട്ടും കേട്ട് പോവാണ്. അപ്പൊ ഒരു കോള് ഇവിടെ സിസ്റ്റത്തിലേക്ക് വരുവാ. ഇതേപോലെ നമുക്കിപ്പോ ആളുടെ പേര് ഇത് കാണിക്കില്ല. അപ്പൊ കോൺടാക്ട്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സിങ്ക് ആയിട്ടുണ്ടെങ്കിൽ കാണിക്കും. കോൺടാക്ട്സ് ഫുൾ ആവാൻ ടൈം ഉണ്ടാവും. കോൺടാക്ട്സ് നമ്മുടെ വീട്ടിൽ പോയിട്ട് കോൺടാക്ട്സ് വന്നിട്ടുണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഇതുവരെ കോൺടാക്ട്സ് ഒന്നും വന്നിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് മേ ബി പെർമിഷൻ കൊടുത്ത് കാണത്തില്ല. അങ്ങനെയുണ്ടല്ലോ. ഐഫോൺസിനാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ ആ ബ്ലൂടൂത്തിന്റെ സ്പെസിഫിക് ഡിവൈസിൽ പോയിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വരില്ല. ഇതാണ് മെയിൻ ഫീച്ചർ വരുന്നത്. ജെറ്റയ്ക്ക് കോൺടാക്ട് ഷെയറിങ് സിങ്ക് കോൺടാക്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടിട്ടാണ് നമുക്ക് പേര് വരാന്നത്. സിങ്ക് കോൺടാക്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഓൾ കോൺടാക്ട്സ് വരും. ദെൻ അതിനുശേഷം നമുക്ക് റിഫ്രഷ്മെന്റ് നോക്കാം. ഒരു 1000 above കോൺടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് ആയി വരുന്നത് ടൈം എടുക്കും, ഷോർട്ട് ആയി. ബ്ലൂടൂത്ത് വഴി ആയതുകൊണ്ടാണ് ഈ ഷെയറിംഗ് ഡിലേ വരുന്നത്. വൺസ് കണക്ട് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എപ്പോഴും ഉണ്ടായിരിക്കും. ഡിവൈസസ് ഇപ്പം ഇതാണ് കണക്റ്റഡ് കാണിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് വേറെ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേറെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഇതിൽ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് സ്വിച്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ സിസ്റ്റത്തിന്റെ ഇരുന്നതിന്റെ ആ ഒരു നോക്കുമ്പോൾ വേറൊരു പുതിയ ലുക്കും പിന്നെ പുതിയ ആൻഡ്രോയിഡിന്റെ ഒരു ഫിനിഷിംഗ് വരുന്നുണ്ട്. അതുപോലെ ഒരു കമ്പനി വരുന്ന ഒരു മോഡൽ ഫിനിഷിംഗ് സെയിം കണ്ടീഷൻ വെച്ച പോലെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല കറക്റ്റ് ഒരു അതാണ് അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് വരുന്നത്. കമ്പനി വരുന്ന സിസ്റ്റം ആണ്. ഇപ്പോൾ ഷോറൂമിൽ തന്നെ ആയാലും ആൻഡ്രോയിഡ് സിസ്റ്റം കിട്ടുന്നുണ്ട്. അതിന്റെ മെയിൻ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ ഒരു ബ്രാൻഡ് നെയിം അടിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്ത് ചെയ്യുക, അത് അഡീഷണൽ വാങ്ങിച്ചു വെച്ചാൽ. അതാണ് ഒരു മെയിൻ ഡ്രോബാക്സ് ഇവിടെ കിട്ടുന്നതിന്റെ. അവരുടെ ബ്രാൻഡിങ് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവരുന്നത്. ഇതിന്റെ ബ്രാൻഡിങ് എപ്പോഴും ബിഹൈൻഡ് ആയിരിക്കണം വരേണ്ടത്. അതിന്റെയാണ് ഇത്. ഇപ്പോൾ UI സ്റ്റാറ്റ്സ് എല്ലാം വേണമെങ്കിൽ ഇതിൽ ചേഞ്ച് ചെയ്ത് മാറ്റാം. പിന്നെ പ്രോ യൂസ് ചെയ്ത് നോക്കണം. 2 ദിവസം യൂസ് ചെയ്ത് പോകുമ്പോൾ പ്രോയ്ക്ക് അറിയാൻ പറ്റും അതിന്റെ എക്സ്പീരിയൻസ്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് മ്യൂസിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ BT മ്യൂസിക് ഓൺ ആക്കി ഇടണം. ഇവിടെ ആയിരിക്കും ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്യുന്ന മ്യൂസിക്. നമ്മുടെ ഫോണിൽ വരുന്ന പാട്ടുകൾ ഫോണിൽ ഞാൻ ഇനി മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ റേസോ ആണെങ്കിൽ ഏതെങ്കിലും ഒരു എടുത്ത് മ്യൂസിക്സ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ സെറ്റിന്റെ പരിപാടികളും കാര്യങ്ങളും. ഈ സെറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ജർമ്മൻ വണ്ടികൾക്ക് യൂസ് ആവാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റിനെ കുറിച്ച് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് എല്ലാ വണ്ടികൾക്കും പറ്റും. പക്ഷെ ജർമ്മൻ വണ്ടികൾക്ക് ഒന്നും കൂടി സ്പെഷ്യലൈസ്ഡ് ആണ്. നമുക്കിപ്പോ ഈ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ അയ്യോ എനിക്ക് വീഡിയോ കാണണം, സിനിമ കാണണം എന്നൊക്കെ ഉള്ള താല്പര്യം ഉണ്ടാവുമല്ലോ, ഇത്രയും വലിയ സ്ക്രീനൊക്കെ ഉണ്ടായിട്ട് പോലും. അപ്പോൾ അതിന് ഓക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ കുറെ പേർക്ക് ബുദ്ധിമുട്ടുള്ളതാണ് ഈ വയർലെസ്സില്, വയർഡ് ആയിട്ടുള്ള കാർപ്ലേ മാനഡോട്ടും. ഇത് അതൊന്നുമില്ല, ഇന്നുമില്ല. വയറ് നമുക്ക് യൂസ് ചെയ്ത് വയർലെസ് ആണ്. അതെ. അപ്പോൾ ഈ സെറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഇതിൻ്റെ ലിങ്കിൽ കയറുക. അതിനകത്ത് നമ്മുടെ മല്ലു കൊച്ചിയിലെ ഒരു കോഡ്, ഈ കാണുന്ന കോഡുണ്ട്. ആ കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഓഫറിൽ ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് ഓഫറും കിട്ടും. അറൗണ്ട് ചെറിയ എമൗണ്ടേ ഉള്ളൂ. ഇത്രയും വില സെറ്റിൻ്റെ ഏകദേശം സെറ്റിൻ്റെ വില അണ്ടർ 20,000 താഴെ വരുന്നുള്ളൂ. ഷോറൂമിൽ നിന്ന് സെറ്റ് വാങ്ങുകയാണെങ്കിൽ അറൗണ്ട് 25 to 30 കൊടുക്കേണ്ടി വരും. ഇത് 20,000 രൂപ പോലും ആവുന്നില്ല. പിന്നെ എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യാനാണെങ്കിൽ പിന്നെയും കുറയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കയറുക, മേടിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മുടെ വീഡിയോ ഉള്ളൂ അല്ലേ? ഇത്രയൊക്കെ സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചെടുക്കാം. ഇവിടെ
ഒരു മ്യൂസിക് എടുക്കാം. ഇതില്ലാത്ത മ്യൂസിക്കാണ്. ഞാൻ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊറിയൻ പാട്ടാണ്. ഇതൊക്കെ ഇപ്പൊ കോപ്പറേറ്റ് അടിക്കും എന്നുള്ളത് വീഡിയോ ഇടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു അറിയാത്ത കാര്യമുണ്ട്, മല്ലു കൊച്ചി കൊറിയന്റെ ഭയങ്കര ഫാനാണ്. BTS-ഉം K-പോപ്പിന്റെ ഒക്കെ ഭയങ്കര ഫാനാണ്. BTS-ഉം K-പോപ്പും അതൊക്കെ അറിയാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചെറിയ വീഡിയോ കാറിനെ കുറിച്ച് ചെയ്യുന്നുള്ളൂ. വേറൊരു കാര്യം വരാൻ പോകുന്നുണ്ട്. നമ്മുടെ ഇന്റർസെപ്റ്ററിന്റെ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് അടുത്ത വീഡിയോസിൽ എല്ലാത്തിലും ഇനി ബൈക്ക് കാര്യങ്ങളായ വീഡിയോസും കാറിന്റെ കുറച്ച് വീഡിയോസൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ജെറ്റയുടെ ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തണം. എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, കാർ സംബന്ധമായിട്ടുള്ളതും ബൈക്ക് സംബന്ധമായിട്ടുള്ളതൊക്കെ. അപ്പോൾ അതിനിടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല റിവ്യൂ ഇടാൻ വേണ്ടിയിട്ടൊക്കെ. കാറിന്റെ റിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിന്റെ റിവ്യൂ എന്ന് പറയാനായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതും ചെയ്യാം അല്ലെ. കമ്പാരിറ്റീവ്ലി വേണമെങ്കിൽ XUV700 വേഴ്സസ് ജെറ്റ നോക്കിയേക്കാം. എന്ത് പറയുന്നു? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വീഡിയോസ് നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഏതാ വേറെ പറയാൻ പറ്റില്ല. ഏതാ വേറെ സർപ്രൈസ്? അതെന്താ? അത് പിന്നെ പറയാം. ഓക്കെ, വേറെ സർപ്രൈസ് വരുന്നുണ്ട് റോഷക്കോട്ടല്ലായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ മല്ലു കൊച്ചി.